ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ ഫ്രാൻസ് ഭരിച്ചിരുന്ന രാജാവ് ആരായിരുന്നു? ലൂയിസ് പതിനാറാമൻ. എനിക്ക് ശേഷം പ്രളയം എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ഭരണാധികാരി ലൂയി പതിനഞ്ചാമൻ. ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ചക്രവർത്തി ലൂയി പതിനാലാമൻ. ലൂയി പതിനാറാമന്റെ ഭാര്യ ആയിരുന്ന ധൂർത്തിന്റെ പ്രതീകാത്മകമായി കണക്കാക്കപ്പെടുന്ന രാജ്ഞി മേരി ആന്റോയിനേറ്റ്. ഫ്രഞ്ച് സമൂഹത്തെ എത്ര തട്ടുകളായി തിരിച്ചിരിക്കുന്നു? 3 എസ്റ്റേറ്റുകൾ. ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രചോദനമായ പ്രധാന ചിന്തകന്മാർ ആരെല്ലാം? വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ. സാമൂഹിക ഉടമ്പടി എന്ന വിഖ്യാതമായ ഗ്രന്ഥത്തിന്റെ കർത്താവ് റൂസോ. അധികാരവിഭജനം എന്ന ആശയം മുന്നോട്ടുവച്ച ചിന്തകൻ മോണ്ടസ്ക്യൂ. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും അവൻ ചെങ്ങലകളിലാണ്. ഇത് ആരുടെ വാക്കുകളാണ്? റൂസോ. ഫ്രഞ്ച് പാർലമെന്റ് അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ്? എസ്റ്റേറ്റ് ജനറൽ. എസ്റ്റേറ്റ് ജനറൽ സമ്മേളനം ലൂയി പതിനാറാമൻ വിളിച്ചുചേർത്ത വർഷം 1789. മൂന്നാം എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചത് ഇവിടെ വച്ചാണ്. ടെന്നീസ് കോർട്ട്. ചരിത്രപ്രസിദ്ധമായ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നതെന്ന്? 1789 ജൂൺ 20. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കപ്പെടുന്ന സംഭവം? ബസ്റ്റീൽ ജയിലിലെ തകർച്ച. ബസ്റ്റീൽ ജയിലിന്റെ പതനം നടന്നതെന്ന്? 1789 ജൂലൈ 14.